ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുള്ളത് മൗണ്ട് അബുവിലാണ്. ജോധ്പൂരിൽ നിന്ന് ഒരു കുട്ടി ട്രിപ്പിന് വേണ്ടി നമ്മൾ എവിടെയാണ് ജാനുമി നമ്മളുള്ളത്? മൗണ്ട് അബു. ഗുരുശിഖർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറാവലി മൗണ്ടൻസിന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് പീക്കാണ്. അതാണ് ആ കാണുന്നത്. എല്ലാവിധം കയറിയിരിക്കുകയാണ് ഗൈസ്. ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഏതറ്റത്തും വരാൻ റെഡിയാണ്. 2 ചായ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതാ ജിൽ ജില്ലെന്ന് നടന്നു പോകുന്നു. എന്താണ് പറഞ്ഞ അപ്പൊ അതായിരുന്നു നമ്മുടെ മൗണ്ട് അബു വ്ലോഗ് പാർട്ട് 1. ഇനി ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് സുബിൻ, അത് ജാനകി. ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. അപ്പോൾ നമ്മളിവിടെ സൺസെറ്റ് പോയിന്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് ഒരു കിലോമീറ്ററോളം മുകളിലോട്ട് നടക്കണം. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ ഇതിനേതാ അവർ റിക്ഷ എന്നാണ് പറയുന്നത്. ഈ പയ്യനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവർ റിക്ഷ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഇതിൽ കയറ്റിക്കൊണ്ട് തള്ളിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ കുതിരയുണ്ട്, കുതിരപ്പുറത്ത് കയറി പോവാം. അപ്പം നമ്മൾ ഈ റിക്ഷയെ കയറ്റാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ നമ്മുടെ പുറകേന്നേ നടക്കുകയാണ് കേട്ടോ അവിടെ. പക്ഷെ കണ്ടില്ലേ, ഈ കൊച്ചു കുട്ടിയൊക്കെയാണ് ഇത് തള്ളേണ്ടത്. അപ്പം നമ്മുടെ വെയിറ്റ് എടുത്തുകൊണ്ട് ഈ സ്ലോപ്പ് പോലത്തെ ഇതിൽ കൂടെ അവരെ കൊണ്ട് തള്ളിക്കാൻ മനസ്സുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ദൈവം സഹായിച്ച് നമുക്ക് നടക്കാനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, അവർക്കിതൊരു ഉപജീവന മാർഗ്ഗമാണ്. അതുകൊണ്ട് അവർ നമ്മുടെ പുറകെ നടക്കുകയായിരുന്നു. അവർക്കത് ഗുണവും ചെയ്യുമായിരിക്കും നമ്മൾ കയറിയാൽ. പക്ഷേ എന്തോ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ഈ കുട്ടിയെ കൊണ്ടൊക്കെ നമ്മളെ ഇരുത്തി തള്ളിക്കാൻ എന്തോ മനസ്സുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവർ നമ്മുടെ പുറകെ നടക്കുകയാണ്. എനിക്കറിയില്ല ഇതിലെന്താണ് ശരി തെറ്റെന്ന്. കാര്യം നമ്മൾ കയറി അവർക്ക് കാശ് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ ഹാപ്പിയാണ് നമ്മളെ കയറ്റാൻ. പക്ഷെ അതിൽ ഇരുന്ന് പോകാൻ നമുക്കൊരു എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ജാനുമിക്ക് ഇതിൽ കയറണമെന്ന് നിർബന്ധം പറഞ്ഞത് കാരണം കുതിരപ്പുറത്ത് കയറ്റിയിരിക്കുകയാണ്. ജാനുമിയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ജാനുവിക്ക് കുതിരപ്പുറത്ത് കയറണമെന്നും പറഞ്ഞ ഒരേ ബഹളം. അമ്മുമ്മ അതാ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്കിൽ കൂടെ ഓടുന്നു. അങ്ങനെ അമ്മ ഓടിത്തള്ളുന്നു. എവിടെ ആരൊക്കെ കയറി? ഈ റുസ്തമാണ് ഈ ഖാസിന്റെ പേര്. കുതിര കള്ള നമ്മുടെ റുസ്തം പോണത് സ്പീഡിൽ പോണ്. ജാൻമിങ്ങോ ഉണ്ണിതാ സുലഭില് മൂത്രമൊഴിക്കാൻ. റോഡ് സൈഡിലൊന്നും അല്ലല്ലോ മൂത്രം ഒഴിക്കുന്നത്. സുലഭിൽ ഒഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പറഞ്ഞില്ലല്ലോ. പിന്നെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സുലഭില് മൂത്രം അവിടുത്തെ എക്സ്പീരിയൻസ് പോയിട്ട് വന്നിട്ട് പറയാം. ബോട്ടിൽ കൊടുത്തു. ശരി, ബൈ. അപ്പം ഇവിടെ കൊണ്ട് നക്കി ലേക്കിന്റെ പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് നമ്മൾ ഇരുത്തിയിട്ട് സുബിൻ സുലഭിൽ പോയിരിക്കുകയാണ്. സംഭവം നമ്മൾ ചാടിയ. അപ്പോൾ നമ്മൾ സൺസെറ്റ് പോയിന്റ് പോയിട്ട് അവിടെ നമുക്കത്ര ഇഷ്ടപ്പെടില്ല. ഭയങ്കര ക്രൗഡും ബഹളവും. അത് ഒരു വല്ലാത്ത ക്രൗഡ്. പിന്നെ നമുക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോവാം, സൺസെറ്റ് കാണാനായിട്ട് പോവാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് സൺ ഇപ്പം പോവും. അതുകൊണ്ട് അത് നടന്നില്ല. നമ്മളിപ്പോൾ നക്കി ലേക്കിൽ വന്നിട്ടുണ്ട്. സണ്ണ് പോയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നക്കി ലേക്ക് ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമായതുകൊണ്ട് നക്കി ലേക്കിൽ വന്നിട്ടുണ്ട്. ഉണ്ണി സുലഭിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സുലഭിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എത്ര രൂപയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു നെഹി ബി ദോഗെ തബ്ബി ചലേഗാന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതെന്താണ് സംഭവം? ലേഡീസ് കാ ഹി ലഗ്താ ഹൈ. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് വന്നു. പോവാം. ആണുങ്ങളാണെങ്കിൽ റോഡിലായാലും പോവാമല്ലോ. ഇവിടെ അതാണ് ഞാൻ അത്രയെങ്കിലും ചെയ്തതിന്റെ നന്ദി അവരിങ്ങോട്ട് കാണിച്ചതുകൊണ്ട് ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. സത്യം പറയാനല്ലോ
അങ്ങനെ റോഡ് മൊത്തം വൃത്തികേടുകളാണ് കേട്ടോ. മൂത്രമൊഴിപ്പും ചാണകവും പിന്നെ പോട്ട് പശുവിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ റോഡിലിടരുത്. പക്ഷെ തറ നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. അത് ഈ ഒരു സ്ഥലം ഭയങ്കര ടൂറിസ്റ്റി ആകുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പാർട്ട് ആൻഡ് പാർസലായിട്ടുള്ള സംഗതിയാണല്ലോ ഈ വൃത്തികേട് വഴുക്ക്. അത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ ആ വൃത്തികേടുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ നക്കിയിലേക്ക് എത്തി. നക്കിയിലേക്കിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കടകളൊക്കെ ആയിട്ട് എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളെയും പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ വഴിയുള്ള കടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇനി അവിടെ മുകളിലെങ്ങാണ്ടാണ് നക്കിയിലേക്കെന്നാണ് ഉണ്ണിമ പറയുന്നത്. ഇനി അങ്ങോട്ട് പോകണം നമുക്ക്. ജമ്യമ്മ, ജാനുമി, ഉണ്ണിമ ജനക്ക് പോണോ ബോട്ടിങ്ങിന്? വേണ്ടല്ലേ ഉണ്ണിമ? നക്കിലേക്കുള്ള ബോട്ടിങ്ങിനുണ്ട്. അതെന്താ ഉണ്ണിമ? വേണ്ട. കാര്യം എന്താ നോക്കണേ, ഇതിനകത്ത് മൊത്തം നക്കിലേക്ക് സംഭവം. ഉണ്ണിമയ്ക്ക് വെള്ളം പേടിയാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. പേടിച്ചതാ മുട്ടടിക്കുന്നോന്നൊരു സംശയം. ബോട്ടിംഗ് വെള്ളം മീൻ. ഓ മൈ ഗോഡ്. ജന പറ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. മുക്കി ചെയ്യും. അമ്മ ചെയ്യണ ഇതിനെന്തോട് പറയുന്നത്? ഇതാണോ സോർബിംഗ് എന്ന് പറയുന്നത്? ഇങ്ങനത്തെ ഈ ബോളിനകത്ത് കയറി കരയിൽ ചെയ്യുന്നതിന് സോർബിംഗ് എന്ന് എന്തുവാണ് പറയുന്നത്? ഈ വെള്ളത്തിൽ ചെയ്യുന്നതിന് വേറെ പേരാണോ എനിക്കറിയാം. ഇതും ഏകദേശം അതേപോലത്തെ ഒരു സാധനമാണ് ഈ ജോർബിംഗ്. Okay. Row the boat. ബാക്കി വേണം. ജാനവിക്ക് ഈ ബോട്ടെല്ലാം കൂടെ കണ്ടപ്പോ റോ ബോട്ട് ഓർമ്മ നല്ലടാ പൂക്ക. അതെ. Gently down the stream. Life is but a dream. സ്ഥലമൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആണെങ്കിലും നക്കിയിലേക്ക് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഇൻഫാക്ട് ഞങ്ങളുടെ ഈ ട്രിപ്പിൽ മൗണ്ട് അബു തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ക്രൗഡഡ് ആയിട്ട് തോന്നി. ജാനുമിയുടെ റോയോ ബോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. Life is but a dream. अगर आप खुद चलाओगे तो 600 रुपये, अगर ड्राइवर चलाएगा तो 1250. നമുക്ക് മാത്രമായിട്ട് 1250 രൂപ. 1250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1250 അല്ലേ. 1200 എന്ന് പറഞ്ഞാൽ 1200. ടോഡ് ലൈറ്റ് പോയി, അതാണ്. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, ഇരുട്ടായി. നമുക്കിവിടെ വേണമെങ്കിൽ ബോട്ടിങ് ചെയ്യാം, നമുക്ക് തനിയേം പെഡൽ ചെയ്യാം, ആള് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ഇവർക്ക് ആർക്കും താല്പര്യമില്ല, തനിയെ പെഡൽ ചെയ്യാൻ വയ്യ എന്നാണ് പറയുന്നത്. പിന്നെ ആളിനെ അടുത്തൊക്കെ പോകാനായിട്ട് വയ്യ, മടി ബേസിക്. അപ്പൊ അതുകൊണ്ട് മേഡം ചവിട്ടുകയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ ആർക്കും പറയുമ്പോ ഞാനും ഇവിടെ നിൽക്കും, എനിക്ക് ഒരു ധൃതിയില്ല. അപ്പൊ എന്തായാലും ആർക്കും താല്പര്യമില്ല. ഉണ്ണിമയുടെ നിഗമനം എന്ന് പറയും. നിഗമനം എന്ന് പറയണത് ആ കാണുന്നതാണ് ടോഡ് റോക്ക്. അതിനിപ്പോ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് നോക്കാം. അത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടേർട്ടലിന്റെ തല പോലെയാണ് തോന്നുന്നത്, ടോഡ് പോലെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ടോഡ് റോക്കിന്റെ പടം കണ്ടിട്ട് ഇതാണോ നല്ല സംശയമുണ്ട്. പക്ഷെ ഉണ്ണി ഇതിന്റെ ഒരു ആംഗിളൊക്കെ വെച്ച് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അതാണ് ടോഡ് റോക്ക് എന്നാണ് പറയുന്നത്. ആംഗിൾ ഡയറക്ഷൻ. എന്തായാലും നമുക്ക് ആക്ച്വലി ഒറ്റ ദിവസമേ ഉള്ളൂ മൗണ്ട് അബുൽ, അതുകൊണ്ട് അധികം ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. ടോഡ് റോക്ക് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹണിമൂൺ പോയിന്റ്, ട്രാവേഴ്സ് ടാങ്ക്, ഹണിമൂൺ പോയിന്റ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ബേസിക്കലി ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. അതിലല്ലോ കാര്യം, നമ്മൾ നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നതിലല്ലേ കാര്യം. അതെ, ഈ അമ്മച്ചിക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതി അല്ലേ അമ്മച്ചി? ഈ അമ്മച്ചിയെ കൊണ്ട് നടക്കുന്ന പാട് നമുക്കറിയാം.
അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ സുബിൻ കയറി എൻ്റെ അമ്മ അമ്മച്ചിന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒഫൻഡഡ് ആവരുത്. ഉണ്ണി ഇങ്ങനെ സ്നേഹം, അതെ, മരുമോനെന്ന് വിചാരിക്കരുത്. ഉണ്ണി ഇങ്ങനെ അവർ തമ്മിൽ അങ്ങനെയാണ്. അവർ തമ്മിലുള്ള ഞാനും അമ്മയായിട്ടാണെങ്കിലൊക്കെ നമ്മുടെ ഒരു സ്നേഹമയമായ സംസാരമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളത് കേട്ടൊന്ന് വിചാരിക്കട്ടെ. എന്തായാലും അമ്മച്ചിക്ക് ചായ തപ്പി കൊടുക്കും. അമ്മച്ചിക്ക് ചായ തപ്പി കൊടുക്കും. ചായക്കട കണ്ടുവച്ചിട്ടുണ്ട്, ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. ജാമുൻ ഷോട്ട്സ്. അമ്മയ്ക്ക് ഇപ്പം ചായ ഒന്നും വേണ്ട, ചായയൊക്കെ വിട്ടിട്ട് ഇപ്പം ഏതോ കടയുടെ ഫ്രണ്ടിൽ ജാമുൻ ഷോട്ട്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ട്. എന്താണ് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ ആ കുന്തം കണ്ടിട്ട് ഇപ്പം അതും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചായയൊക്കെ ഉപേക്ഷിച്ചില്ല കാര്യം. ജാമുൻ ഷോട്ട്, ഈ കാണുന്ന സാധനമായിരുന്നു അമ്മയുടെ ജാമുൻ ഷോട്ട്. പക്ഷെ അത് അവർ കടയിൽ നോക്കണില്ലെന്നോ അടിക്കുന്ന പയ്യൻ വന്നിട്ടില്ലെന്നോ എന്തോ പറഞ്ഞു. അങ്ങനെ എന്നാ പിന്നെ ചായ എങ്കിൽ ചായ അല്ലേ അമ്മ? അതെ, ചായ എങ്കിൽ ചായ എന്ന് പറഞ്ഞ് ചായക്കടയിലേക്ക് ഈ തണുപ്പത്ത് കഴിച്ചാൽ गोल्डन टी दो, तीन 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 नहीं तीन कर दो. നെയ്ന്ന് പറഞ്ഞപ്പോ ആ ചേർന്ന് നെയ്ന്ന് പറഞ്ഞ നെയ്യ് തലയിൽ ഇതിടുന്നില്ലടാ. ചായ പിടിക്കാൻ തലയിലൊക്കെ കൊള്ളാം. ജാമുൻ ഷോട്ട്സ് കിട്ടാത്തതിന്റെ വിഷമം തോന്നുന്നു. അതെ. ജമ്മി അമ്മമ്മ പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഏതോ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു, അത് ലക്ഷ്യം വെച്ച് നടക്കുന്ന ജമ്മി അമ്മമ്മയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമ്മി അമ്മമ്മ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുകയാണ്. ഇതിന് ക്വാളിറ്റി അത്ര കൊള്ളില്ല എന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ 100-200 അല്ലേ ഉള്ളൂ എന്നാണ് ജമ്മി പറയുന്നത്. ഷീള് കേസ് കാശല്ലേ ചോദിക്കുമ്പോ അവര് പറയും എത്രയാണെന്ന്. ബാക്കിൽ നിന്നാ ഉണ്ണി കേട്ട് തലയിറങ്ങി വീണാ പിടിക്കാൻ ഇരിക്കാൻ പറ്റും. അല്ല, അടി കൊടുക്കാൻ പറ്റിയ സാധനം അടിയെ കിട്ടിയത്. ഇതൊക്കെ പ്രിന്റ് ആയിട്ടിരിക്കുവല്ലേ. അമ്മ ഇട്ടിട്ട് നോക്കിയല്ലേ. റേറ്റ് കേട്ട് ജമ്മി ഹാപ്പിയാണ്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടെ, അതാകുമ്പോ എല്ലാത്തിനും കൂടി ചേരുകയും ചെയ്യും. പക്ഷെ ഒരു ക്ലാസ് ഡിസൈൻ അത് സെയിം അല്ലേ, അതുപോലെ തന്നെ സെയിം പ്രിന്റ് ആയിരുന്നു. മോള് പോയി മേടിച്ചല്ലേ. മോള് ചെരുപ്പൊക്കെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ജമ്മി ആ നമ്മൾ കണ്ടതിൽ ആ ബ്ലാക്ക് ചെരുപ്പ് എടുത്തിരിക്കുകയാണ്. ജമ്മി ഹാപ്പി അല്ലേ? ആ ബ്ലാക്ക് ചെരുപ്പ് 200 രൂപയ്ക്ക് 100-200 രൂപയ്ക്ക് കിട്ടുന്നത് ജമ്മി പറഞ്ഞു. ജമ്മി 150 വാങ്ങിക്കായിരുന്നു എന്നാണ് ജമ്മി പറയുന്നത്. പിന്നെ സുബിൻ പറഞ്ഞു ഇതിനൊക്കെ കുറയ്ക്കുന്നത് മോശമില്ലെന്ന് പറഞ്ഞു. സുബിന് 200 രൂപയും കൊടുത്ത് വാങ്ങിച്ചു. 200 രൂപ എന്ന് പറഞ്ഞാൽ ഇനി 150 ആക്കി അവൻ വേണമെങ്കിൽ 50 രൂപ ഇങ്ങോട്ട് വരും എന്നുള്ള അവസ്ഥ. കൈ വായിലിടരുത്, അവിടെ എല്ലാം പോയി ഇരുന്നതാണ്. ഒരാൾ മക്കാബണ്ണ് ഓർഡർ ചെയ്തിട്ട് അച്ഛൻ്റെ തലയിൽ കയറി ഇരിക്കുന്നത്. ഞാനും അമ്മയോട് വടാപ്പാവ് കഴിക്കുന്നു. പിന്നെ റൂമിൽ കൊണ്ടുപോയി കഴിക്കാനായിട്ട് നമ്മൾ ചോലെ കുഴിച്ച പാക്ക് ചെയ്യും. വിശപ്പുണ്ടായിട്ടല്ല, ഇൻ കേസ് വിശന്നാലോ എന്ന് ആലോചിച്ചിട്ട് പാക്ക് ചെയ്തു. പിന്നെ കൊതിയും കണ്ടു കഴിഞ്ഞാൽ ടേർട്ടിൽ റോക്ക് പോലെ ഇരിക്കുകയില്ല. അവിടെ പറഞ്ഞ എന്തുവാണെന്ന് ടോഡ് റോക്ക്. നമ്മളിവിടുത്തെ ബില്ലിങ് ചെയ്യുന്ന ചേട്ടനടുത്ത് കൺഫേം ചെയ്തു. അതോ ആ കാണുന്ന റോക്ക് തന്നെയാണ്, ഈ റോക്ക് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടത്. അച്ഛാ, പാൽപ്പായസം പോലെ ഇരിക്കുന്നു. ഹാപ്പിയാണ്. പായറ്റം, റബടി പായറ്റം. പിന്നെ ജാനുവിക്ക് എന്താ വേണം? ഇത്ര നേരം റബടി അല്ലായിരുന്നാ? മക്കവൺ തന്നെ. മക്കവൺ റൂമിൽ പോയിട്ട് വരാം അല്ലേ? ഓക്കെ ഡൺ. മക്കവൺ കഴിച്ചാ?
ജാനുവിക്ക് റബഡി വേണോ മക്കാബൺ വേണോ? ഇത്ര നേരം റബഡി പായസം വേണമെന്നായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ റബഡി കഴിച്ചു, ജിലേബി കഴിച്ചു, മക്കാബൺ വാങ്ങിച്ചിട്ട് മസ്കാബൺ ആണ് വാങ്ങിച്ചിട്ടുണ്ട്. ചോലെ കുളിച്ച വാങ്ങിച്ച് റൂമിൽ പോയി കഴിക്കാൻ. ഇനിയിപ്പോൾ അത് കഴിക്കും, കിടക്കും. നമ്മൾ അങ്ങനെ റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച മൗണ്ട് അബു നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ കുട്ടി ഷോപ്പിങ്ങിൻ്റെ ഒരു ഹോൾ പോലെ ചെയ്യാൻ. ഇവിടെ അങ്ങനെ ഒത്തിരി ഷോപ്പ് ചെയ്യാനൊന്നും ഇല്ല, പക്ഷേ എന്നാൽ കുറച്ച് നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ അത് കാണിക്കാം. ഒന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജാൻവിക്ക് വാങ്ങിച്ച ഈ ടോയ് ട്രെയിൻ. ഇതൊരു സാധാ ടോയ് ആണെങ്കിലും ഭയങ്കര ഫിനിഷ്, ഇത് ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ട്. തടിയിൽ നല്ല രസമുണ്ട്. ഈ തടിയിൽ ഇങ്ങനെ മോണ്ടസറി ടോയ്സ് ഒക്കെ കിട്ടൂല, അത് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര വിലയാണ്. ഇവിടെ ഇതിന് 450 റുപ്പീസ് അയാൾ പറഞ്ഞു, 400 റുപ്പീസിന് തന്നു. നല്ല ആ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പിന് ആ വില ഓക്കെ ആണെന്നല്ല എനിക്ക് തോന്നുന്നു, നല്ലതായിരുന്നു. പിന്നെ അതാ ഈ ഒരു റാബിറ്റ് വലിച്ചുകൊണ്ട് പോകുന്ന റാബിറ്റ്. ഇത് എത്രയായിരുന്നുണ്ട്? 300. പിന്നെ ഈ ഒരു കീക്കി, ഈ സാധനം ഇതിന് 100. ഇതൊക്കെ വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് ഇനിയും കുറച്ച് ബാർഗെയിനിങ് സ്കിൽസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ച് വാങ്ങിക്കായിരിക്കും. നമ്മൾ പിന്നെ ഒത്തിരി നമുക്ക് അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞും കൂടെ. പിന്നെ സത്യം പറയാലോ, ഈ ഒരു തടി സാധനത്തിനൊക്കെ സുബിൻ ശ്രമിച്ചെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു തടി സാധനത്തിനൊക്കെ ആ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിന് ഇത്രയും രൂപ കൊടുക്കാം. അവർക്ക് കിട്ടുമോയെന്ന് എനിക്കറിഞ്ഞൂടെ ഇത് ഉണ്ടാക്കിയവർക്ക്. പക്ഷെ എന്തായാലും അപ്പം ജാനുവിയുടെ ടോയായി. പിന്നെ ഇങ്ങനെ ഈ ഒരു ബബിൾ സാധനം ഇത് എല്ലായിടത്തും കിട്ടുന്നത് ജാനുവി ബബിൾ ഉണ്ടാക്കിയിട്ട് വാങ്ങിച്ചു. പിന്നെ നമ്മൾ ആദ്യം ആ ട്രെയിൻ വാങ്ങിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ കാണിച്ചായിരുന്നല്ലോ ഇങ്ങനെ നെയിം പ്ലേറ്റ്. ഇതൊന്ന് നമുക്ക് വേണ്ടിയും പിന്നെ ഒന്നിങ്ങനെ വീട്ടിൽ ജമ്മിയുടെ ഒക്കെ വീട്ടിൽ വെക്കാൻ വേണ്ടി ഒരെണ്ണം പ്ലെയിൻ ആയിട്ട് ചുമ്മാ വാങ്ങിച്ചു, അവിടെ കൊണ്ടുപോയിട്ട് എഴുതാമെന്നുള്ള രീതിയിൽ. ഇതിനൊന്നിന് 300 റുപ്പീസാണ്. ഈ സൈസ് ആയതുകൊണ്ട് സ്മോളർ സൈസിലുള്ളതിന് വില കുറഞ്ഞുണ്ട്, 100 തൊട്ടുണ്ട്. പിന്നെ ഒരു ജ്വല്ലറി ഷോപ്പിൽ നമ്മൾ കയറിയായിരുന്നു. അവിടെ എന്താ ഈ ഒരു ക്ലച്ച് പേഴ്സ്, ക്ലച്ചല്ല ഇതിങ്ങനെ ഹാൻഡ് ബാഗായിട്ട് വേണമെങ്കിൽ ആ ചെയിൻ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാം. ക്ലച്ചായിട്ട് നല്ല രസമുണ്ട്. ഈ ഒരു മൊസൈക്ക് ഒരു വർക്കൊക്കെ ചെയ്തതാണ്, രസമുണ്ട്. ഇതിന് എത്രയായിരുന്നു? ഇതിന് 800 ആണ്. പക്ഷെ പല സൈസിലുണ്ട്, 600 ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ ബാർഗെയിൻ ചെയ്തെങ്കിൽ കുറയ്ക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കമ്മൽ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു, രസമുണ്ട്. പിന്നെ ഈ ഒരു ടർക്കോയ്സ് ഒരു സെറ്റ്. പിന്നെ ഇത് ജമ്മി വാങ്ങിച്ച കമ്മലാണ്. ഇത്രയാണ് ജ്വല്ലറി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വില പറയാൻ പറഞ്ഞപ്പോൾ 1500 ഇത്രയും സാധനങ്ങൾ തന്നെ. പിന്നെ ഇതാ ജാനുമിക്ക് നമ്മളൊരു ക്രോഷേ കടയിൽ കയറിയില്ലേ, അവിടെ നിന്ന് 2 ക്രോഷേ സ്കേർട്ട് വാങ്ങിച്ചു. ഒന്നൊരു പ്ലെയിൻ വൈറ്റ്, നല്ല ഭംഗിയുണ്ടല്ലേ, ഇട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഒന്നൊരു കുറച്ചൊരു മൾട്ടി കളർ, ഓറഞ്ച് ആൻഡ് ബ്ലൂ, ഒരു മൾട്ടി കളർ പോലെ. അതിന് 200 ആയിരുന്നു ഒന്നിന്. ബാക്കിയെല്ലാത്തിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ അല്ലേ. മറ്റേ ജ്വല്ലറി എനിക്ക് ഓരോന്നിൻ്റെ ആയിട്ട് എനിക്ക് അറിയത്തില്ല, എല്ലാം കൂടെ 1500 ആണ് വാങ്ങിച്ചത്. പിന്നെ ഇത് ഈ ചെരുപ്പ് ജമ്മി നോക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഇത് ഞാനും ജമ്മിയും അവിടെ വെച്ച് വിചാരിച്ചത് ഇത് ബ്ലാക്ക് ആണെന്നാണ്. പക്ഷെ ഇവിടെ വന്ന് ഈ റൂമിൽ വിളിച്ച് നോക്കിയത് ബ്ലൂ ആണ്. സുബിൻ പറയുന്നത് സുബിൻ ഇത് അവിടെ വെച്ചാൽ ബ്ലൂ ആയിട്ട് തോന്നിയത്. ഞങ്ങൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാണ് വാങ്ങിച്ചിട്ട് വന്നത്. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം സാധനം. കുറച്ച് നാളെ ഇതൊക്കെ നിൽക്കുള്ളൂ, ബട്ട് കൊള്ളാം. ഇത്രയാണെന്ന് തോന്നല്ലേ, ഇനിയൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ പ്രൈസ് 200. അതും നമ്മൾ ബാർഗെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ രാവിലെ ട്രെവേഴ്സ് ടാങ്കിൽ ക്രോക്കഡൈലിനെ കണ്ടേ പറ്റൂ ജാനുവയ്ക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ട്രെവേഴ്സ് ടാങ്കിൽ പോകാൻ. അപ്പോൾ ട്രെവേഴ്സ് ടാങ്കിൽ പക്ഷേ ഒത്തിരി ടൈം എടുക്കും അങ്ങോട്ട് പോയി വരാനെന്നൊക്കെ. അതായത് നമുക്ക് ഉദയപൂർ ടൈമിന് എത്തണം. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം വേസ്റ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ട്രെവേഴ്സ് ടാങ്കിൽ കയറിയില്ല. ജാനുമി നാട്ടിൽ പോയി മലയാളി ക്രോക്കഡൈൽസിനെ കാണും അല്ലേ, നെയ്യാർ ഡാമിൽ അല്ലേ അല്ലേ ബാബാ? ഇന്ന് രാവിലെ ഉദയ്പൂരിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് താഴെ ചാണകം അതെന്നെ വിളിച്ച് കാണിച്ചുകൊണ്ടാണ് അങ്ങോട്ട് നോക്കി. അതിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ കുടിച്ചില്ലേ, എന്താണ് അബു കി പ്രസിദ്ധ ചായ്, അത് കുടിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇത് അടപ്പാണ്. ജാനുമിക്ക് മസ്കാബൺ വേണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇത് അടപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മൗണ്ട് അബു വ്ളോഗ് ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് ഉദയ്പൂർ വ്ളോഗിൽ വെച്ച് കാണാം. മൗണ്ട് അബു അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല, ബിക്കോസ് ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൗണ്ട് അബു അങ്ങനെ ഒത്തിരി കാണാനുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ഏതൊരു ഹിൽ സ്റ്റേഷനെ പോലെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്.
സൺസെറ്റ് പോയിന്റ്, ഹണിമൂൺ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം നമ്മൾ കണ്ടില്ല, എല്ലായിടത്തുനിന്നും ഒരുപോലൊക്കെ ആയിരിക്കും. പക്ഷേ ഭയങ്കര ക്രൗഡഡ് ആൻഡ് ടൂറിസ്റ്റി ഒരു സ്ഥലമാണ്. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജസ്റ്റ് വന്ന് വൺ ഡേ ഒക്കെ നിന്നിട്ട് പോകാം, കൊള്ളാം. ഉദയ്പൂർ ഞങ്ങൾ ഒരു തവണ ഇതിന് മുമ്പും പോയിട്ടുണ്ടാണ്. നമുക്ക് ബെറ്റർ എക്സ്പെക്റ്റേഷൻസ് ആണ് അവിടുന്ന്. അപ്പോൾ ഇനി എന്തായാലും അവിടെ വെച്ച് കാണാം അല്ലേ. ബൈ. നാളെ കാണാം. ബൈ. നാളെ കാണാൻ പറയാണ് ഞാൻ. ശരി.